അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു, ഓഹരിയെ പറ്റി പഠിച്ചു, ഇന്നലെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചു. ഇന്ന് ഇതാ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റിംഗ് എങ്ങനെ തുടങ്ങണം, ആ കമൻറ്റിനുള്ള റിപ്ലൈ തന്നു. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഉള്ളത് വെച്ച് തുടങ്ങാമെന്ന്. പിന്നെ ഞാനൊരു വാക്ക് തന്നിരുന്നു ഇന്നലെ, അതായത് കഴിഞ്ഞ റീലിൽ എന്താണ് NSE, എന്താണ് BSE, എന്താണ് സെബി എന്ന്. അപ്പോൾ ഈ NSE ഇല്ലേ, ഞാനിപ്പോൾ ആ കേക്ക് തന്നെ വെച്ച് പറയാം. കേക്ക് നമ്മൾ മേടിക്കാൻ പോകുന്ന എവിടെ? ബേക്കറി. ആ ബേക്കറിയാണ് NSE, BSE. ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉള്ളത്. അതാണ് മാർക്കറ്റ്. അതായത് ഇപ്പം ആ കേക്ക് വേണമെങ്കിൽ നമ്മൾ ബേക്കറി പോകും, അവിടെ പല പല കേക്കുകളുണ്ട്. അതിനകത്ത് ഇഷ്ടമുള്ള കേക്ക് നമ്മൾ എടുക്കും, പല പല റേറ്റിലുള്ള കേക്ക്. അതാണ് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മൾ ഇന്ത്യയിലുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും പഠിച്ചു. ഇനി എന്താ ഉള്ളത്? അവിടെയാണ് കമ്പനീസ് ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് പബ്ലിക്ക് പോകണമെങ്കിൽ അവിടെയാണ് അവർ ലിസ്റ്റ് ചെയ്യുക, അവിടെയാണ് അവർ ഉണ്ടാവുക. നമ്മൾ അവിടെ പോയിട്ട് അത് വാങ്ങാം. അതിൽ വേറെ ഒരു കാര്യമുണ്ട്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അത് നമുക്ക് നാളെ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചപ്പോൾ? നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് പണം വേണ്ട, ഉള്ളത് വെച്ച് തുടങ്ങാം. അതേപോലെ തന്നെ കേക്ക് ഐഡിയോളജി വെച്ച് എങ്ങനെയാണ് ഷെയർസ് ഫോർമേഷൻ ചെയ്യുന്നത്, ഷെയർസ് എന്താണെന്ന് പഠിച്ചു. അടുത്ത നമ്മൾ എന്താ പഠിച്ചത്? NSE എന്താണ്, BSE എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഈ കേക്കും ബേക്കറിയൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒരു എന്താ പറയുക, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടാവില്ല. ഈ ബേക്കറിയൊക്കെ നല്ലപോലാണോ പോകുന്നത്? ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവർ കറക്റ്റായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? മായങ്ങൾ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ആ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ആ പോലീസ്, ആ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ പേരാണ് SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവരാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടോ, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നോ എന്നെല്ലാം മോണിറ്റർ ചെയ്ത് ഒരു ഫ്ലോയിലെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നവരുടെ പേരാണ് SEBI. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? NSE, BSE, സെബി, ഷെയർസ്, സ്റ്റോക്ക് മാർക്കറ്റ്. ഒരുപാട് നമ്മൾ മുന്നിലെത്തി, ഇനിയും ഒരുപാട് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. എനിക്ക് വന്നൊരു കമൻറ്റുമാണിത്. എനിക്ക് പേഴ്സണലി എനിക്കറിയുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞത്, എനിക്ക് പേടിയുണ്ട് നമ്മൾ പറ്റിക്കപ്പെടുമോയെന്ന്. ഇതൊക്കെ ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാനും നിങ്ങളെ ഈ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ഇതാണ് ഈ SEBI, സെബി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ. അപ്പോൾ ഇനി നാളെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്താണെന്നും എല്ലാം വിശദമായിട്ട് ഇനി നാളെ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ കമൻറ്റ് ഇട്ടോ, ആരൊക്കെയാണ് ഇത് കണ്ടതെന്ന് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വി വിൽ ലേൺ ടുഗദർ, വി വിൽ ഗ്രോ ടുഗദർ ആൻഡ് വി വിൽ അച്ചീവ് ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം ടുഗദർ. സോ അപ്പോൾ നാളെ കാണാം. ബൈ.